ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ മാതൃകാ ചോദ്യങ്ങൾ പരിശീലിച്ചുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഉറപ്പിച്ചാലോ? അതിനായി ടെക് PSC ഒരുക്കുന്നു ഒരു സ്പെഷ്യൽ പാക്കേജ്. കേരളത്തിലെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ തയ്യാറാക്കിയ 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മാതൃകാ പരീക്ഷകൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 499 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ ഈ ഒരു അവസരം പാഴാക്കാതെ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സ് സ്വന്തമാക്കിക്കോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. FET, IGBT, UGT ഇപ്പൊ ഇങ്ങനെ വരുന്ന കുറച്ച് പോർഷൻസ് വരുന്ന ആ ഒരു മോഡ്യൂൾ എടുക്കുന്നത്. അപ്പോ എന്താണ് FET-ക്കകത്ത് തന്നെ നമ്മൾ JFET, MOSFET, അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പൊ അതിനകത്ത് നിന്നൊക്കെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. MOSFET നിന്നും അല്ലെങ്കിൽ UGT ഇങ്ങനെയുള്ള ഏരിയയിൽ നിന്നും IGBT ഒക്കെ വരുമ്പോൾ ആപ്ലിക്കേഷൻസ്, MOSFET ആണെങ്കിൽ ആപ്ലിക്കേഷൻസ് ബേസ് ചെയ്തിട്ട് ചോദിക്കാം. ദെൻ നമ്മുടെ JFET, അപ്പൊ അങ്ങനെയുള്ള ചില ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനകത്തൊരു ഡൗട്ട് വന്നു, MOSFET-ഉം IGBT-യും ഏതാണ് ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷന് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഈ IGBT എന്ന് പറയുന്നത് നമ്മൾ ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ ആണ്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെയും ഫീച്ചേഴ്സ് വരുന്ന ഒരു ഡിവൈസ് ആണ്. അതായത് നമ്മുടെ BJT-യുടെയും MOSFET-ന്റെയും ഫീച്ചേഴ്സ് വരുന്ന ഒരു ഡിവൈസ് ആണ് IGBT. അപ്പൊ IGBT-യെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. എന്താണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിനകത്ത് അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ്, അങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് അതിന്റെ ഫ്രീക്വൻസി, അങ്ങനെ അതിന്റെ റേഞ്ച്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് ലാസ്റ്റ് കൺസോളിഡേറ്റ് ചെയ്തിട്ട് IGBT-യെ കുറിച്ച് ഒന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ശരിക്കും MOSFET-ഉം IGBT-യും. അപ്പൊ അതിനകത്താണ് ഒരു ഡൗട്ട് വന്നത്, കാരണം ബാക്കി രണ്ട് ഓപ്ഷൻസ് എന്തായാലും വരില്ല. അപ്പൊ ഇതെന്ന് പറയുന്നത് IGBT തന്നെയാണ് ആൻസർ. ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടേബിൾ വെച്ചിട്ട് പറയുവാണെങ്കിൽ അതൊരു നമ്മുടെ IGBT തന്നെയാണ്. അപ്പോ MOSFET-ന്റെ കേസിലും അത് വോൾട്ടേജ് ആപ്ലിക്കേഷൻസിനാണ്, പക്ഷെ ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് IGBT തന്നെയാണ്. ദെൻ അടുത്തത് MOSFET എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. In an N-channel enhancement MOSFET, the device turns on when the gate to source voltage is. ഇതിന്റെ ആൻസർ അറിയോ? MOSFET, JFET, അപ്പൊ അതിനെ കുറിച്ച് ഞാൻ ജനറൽ ആയിട്ടൊന്ന് പറയാം. ഇതിന്റെ ആൻസർ അറിയാവോ? MOSFET എപ്പോഴാണ് ഓൺ ആവുന്നത്? അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എപ്പോഴാണ്? ത്രെഷോൾഡ് വോൾട്ടേജിനെക്കാട്ടി കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ അതോ ഈക്വൽ ടു 0? അതെ, ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ്. അപ്പൊ എന്താണ് ത്രെഷോൾഡ് വോൾട്ടേജ്? ഇതിനകത്തുനിന്ന് തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. ത്രെഷോൾഡ് വോൾട്ടേജ് എന്താണെന്നുള്ളത്. എന്താണ് ത്രെഷോൾഡ് വോൾട്ടേജ്? അപ്പൊ ഇവിടെ ഈ ഒരു പോർഷനിൽ നിന്ന് തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ MOSFET എന്ന് പറയുന്നത് നമ്മൾ FET അല്ലെ, FET എന്ന് പറയുന്നത് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യനിലും വരുന്നത്. അപ്പൊ FET-യുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ BJT ആയിട്ടൊന്ന് കമ്പയർ ചെയ്താൽ എന്തൊക്കെയായിരിക്കും പറയാൻ പറ്റുന്നത്? ഈ FET-യും BJT-യും അല്ലെങ്കിൽ രണ്ടും ട്രാൻസിസ്റ്റേഴ്സ് ആണ്. നമ്മളിപ്പം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ് എല്ലാം FETs ആണ്, BJTs അല്ല. അപ്പൊ എന്താണ് ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്നുള്ളത്?
വോൾട്ടേജ് കൺട്രോൾഡ് ആൻഡ് കറന്റ് കൺട്രോൾ. അതെ, ഫസ്റ്റ് പോയിന്റ് അത് തന്നെയാണ്. FET എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. അതേപോലെ BJT എന്ന് പറയുന്നത് കറണ്ട് കൺട്രോൾഡ് ആണ്. അതേപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതിന്റെ പേരിനകത്ത് തന്നെ ഉണ്ട്, ബൈപോളാർ ആണ്. BJT എന്ന് പറയുന്നത് ബൈപോളാർ ആണ്. കാരണം രണ്ട് ചാർജ് ക്യാരിയേഴ്സും അതിനകത്ത് ഡോമിനന്റ് ആയിട്ടുള്ള രണ്ട് ഇലക്ട്രോൺസും ഹോൾസും. അപ്പോൾ അത് ഒരു ബൈപോളാർ ഡിവൈസ് ആണ്. പക്ഷെ FET എന്ന് പറയുന്നത്, ഇപ്പൊ അതിന്റെ വർക്കിംഗ് ഒക്കെ അറിയാവുന്നവർക്ക് അറിയാം, FET എന്ന് പറയുന്നത് ഒരു യൂണിപോളാർ ഡിവൈസ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു N ചാനൽ മോസ്ഫെറ്റ് എടുക്കുവാണെങ്കിൽ തന്നെ അതിനകത്ത് ഇലക്ട്രോൺസ് ആയിരിക്കും ഡോമിനന്റ് ആയിട്ടുള്ളത്. സോ അതൊരു യൂണിപോളാർ ഡിവൈസ് ആണ്. JFET ആണെങ്കിലും അതുപോലെ തന്നെ, JFET ആണെങ്കിലും മോസ്ഫെറ്റ് ആണെങ്കിലും അതിനകത്ത് ഡിവൈസിനകത്ത് ഇപ്പൊ N ചാനൽ അല്ലെങ്കിൽ P ചാനൽ വെച്ചിട്ടാണ് പറയുന്നത് FETസിനെ. അപ്പൊ അതിനകത്ത് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് ഒന്നുകിൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ് ആയിരിക്കും. അപ്പൊ അത് യൂണിപോളാർ ഡിവൈസ് ആണ്. ദെൻ പിന്നെയും വരുന്നുണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഇമ്പിഡൻസ് നമ്മുടെ BJT കാട്ടി കൂടുതലായിരിക്കും FETക്ക്. ഞാൻ അതിന്റെ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിന് പറയാം. അതുപോലെ തന്നെ നോയ്സ് ഇമ്മ്യൂണിറ്റി ബെറ്റർ ആയിട്ടുള്ളത് FETക്കാണ്. നോയ്സ് കൂടുതലാണ് BJTക്കകത്ത്. അപ്പം കുറച്ചും കൂടെ ഇമ്മ്യൂൺ ആയിട്ടുള്ളത് FET തന്നെയാണ്. അപ്പൊ അങ്ങനെ കുറച്ചും കൂടെ BJT ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ, ആപ്ലിക്കേഷൻസ് ഓറിയന്റഡ് ആയിട്ട് പറയുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് FET ആണ്. അപ്പൊ ഈ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു മോസ്ഫെറ്റ് ഓൺ ആവാൻ വേണ്ടുന്ന, ഒരു N ചാനൽ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് ഓൺ ആവാൻ വേണ്ടുന്ന മിനിമം ഗേറ്റ് വോൾട്ടേജിനെയാണ് നമ്മൾ എൻഹാൻസ്മെന്റ് ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഈ എൻഹാൻസ്മെന്റും? വേറൊരു മോഡ് ഉണ്ടല്ലോ, മോസ്ഫെറ്റിന് രണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ഒരെണ്ണം എൻഹാൻസ്മെന്റ്, അടുത്ത എന്താണ്? അതെ. അപ്പൊ മോസ്ഫെറ്റ് തന്നെ നമുക്ക് എൻഹാൻസ്മെന്റ് മോഡിലും ഉണ്ട്, ഡിപ്ലീഷൻ മോഡിലും ഉണ്ട്. ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ഡിപ്ലീഷനെ വിളിക്കുന്നത് നോർമലി ഓൺ ട്രാൻസിസ്റ്റർ എന്നാണ്. ഇതിനെ നോർമലി ഓഫ് ട്രാൻസിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്താണെന്ന് പറയാം? നോർമലി ഓൺ എന്ന് വിളിക്കുന്നത് ഡിപ്ലീഷൻ, നോർമലി ഓഫ് എന്ന് വിളിക്കുന്നത് എൻഹാൻസ്മെന്റ്. ചാനൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നു. അതെ, ചാനല് ഡിപ്ലീഷനകത്ത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അതാണ് ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിനകത്ത്. ഇനി എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റിനകത്ത് ചാനൽ ഇല്ല, നമ്മൾ അതിനെ അവിടെ എൻഹാൻസ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ആ N ചാനൽ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റിനകത്ത് ചാനൽ അല്ലെങ്കിൽ ഓഫ് നിൽക്കുന്ന ട്രാൻസിസ്റ്ററിനെ ഓൺ ആക്കാൻ വേണ്ടുന്ന മിനിമം ഗേറ്റ് വോൾട്ടേജ് ആണ് ശരിക്കും VTH അല്ലെങ്കിൽ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോ അത് ബേസ് ചെയ്തിട്ടാണ് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചത്. മോസ്ഫെറ്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഈ ഓൺ ആവാൻ ഓഫ് ആവാൻ എനിക്ക് തോന്നുന്നു സെയിം ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് തോന്നുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻ റെഫർ ചെയ്താൽ മതി. അപ്പോ ഇതാണ് ഇതിന്റെ ആൻസർ, ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ് ആണ്. ഇനി ചാനൽ എങ്ങനെയാണ് ഡിപ്ലീഷൻ മോസ്ഫെറ്റിനകത്ത്? ചാനൽ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിനകത്ത് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓൾറെഡി അതിനകത്ത് ചാനൽ എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഒരു പോസിറ്റീവ് വോൾട്ടേജോ അല്ലെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജോ ഒന്നും കൊടുത്തല്ല അവിടെ ചാനൽ ഫോം ചെയ്യിക്കുന്നത്, അവിടെ ഓൾറെഡി ഒരു ചാനൽ എക്സിസ്റ്റഡ് ആയിരിക്കും. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ആൻസർ തന്നെയാണ്, ചാനൽ എക്സിസ്റ്റ് ഇന്റർണലി. അപ്പൊ ഇതാണ് ഡിപ്ലീഷൻ എൻഹാൻസ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഒരു VGS കൊടുത്ത് അല്ലെങ്കിൽ ത്രെഷോൾഡ് വോൾട്ടേജ് ഓവർകം ചെയ്യുമ്പോഴാണ് അവിടെ ആ ഒരു എൻഹാൻസ്മെന്റ് മോഡ് അല്ലെങ്കിൽ ആ ഒരു മോസ്ഫെറ്റ് ഓൺ ആവുന്നത്. ഡിപ്ലീഷൻ മോഡിനകത്ത് അങ്ങനെയല്ല, ഓൾറെഡി ഒരു ചാനൽ ഉണ്ട്, അത് നോർമലി ഓൺ ആണ്. അപ്പൊ അതാണ് ഇവര് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ത്രെഷോൾഡ് വോൾട്ടേജ്? ഒരു മോസ്ഫെറ്റിനകത്ത് ത്രെഷോൾഡ് വോൾട്ടേജ് എന്താണ്? ഇതിനകത്ത് ഏത് ഓപ്ഷനാണ്? ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ ചില കൺഫ്യൂഷൻ ഒക്കെ വരും. എന്താണ് ഇതിനകത്ത് ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്? നോർമലി ഒരു ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ എൻഹാൻസ്മെന്റ് വെച്ചിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ ആൻസർ? ദ വോൾട്ടേജ് അറ്റ് വിച്ച് കറന്റ് ബിഗിൻസ് ടു ഫ്ലോ ത്രൂ ദ ചാനൽ, ദ വോൾട്ടേജ് അറ്റ് വിച്ച് മോസ്ഫെറ്റ് ബ്രേക്ക് ഡൗൺ, ദ വോൾട്ടേജ് റിക്വയർഡ് ടു ടേൺ ഓഫ് ദ മോസ്ഫെറ്റ്, വോൾട്ടേജ് അറ്റ് വിച്ച് ഡ്രെയിൻ കറന്റ് ബിക്കംസ് സീറോ. ഓപ്ഷൻ എ. അതെ, ഓപ്ഷൻ എ.
ഇനി ശരിക്കും നമ്മൾ ഈ ഇതുണ്ടല്ലോ ഡിപ്ലീഷന്റെ കേസിൽ നമുക്ക് പറയാം നമ്മുടെ ഡ്രെയിൻ കറണ്ടിനെ നമ്മൾ കുറച്ചു കൊണ്ടുവരുന്ന ആ ഒരു കണ്ടീഷനെയും നമ്മൾ ത്രെഷോൾഡ് കണ്ടീഷൻ എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ നോർമലി ഒരു ത്രെഷോൾഡ് വോൾട്ടേജ് ഡിഫൈൻ ചെയ്യുമ്പോൾ അത് ഒരു എൻഹാൻസ്മെന്റ് വെച്ചിട്ടാണ് പറയുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇതിനകത്ത് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. മോസ്ഫെറ്റിനകത്ത് എന്താണ് മോസ് എന്നറിയാമല്ലോ. മോസ് എന്ന് പറയുന്ന ആ ഒരു ശരിക്കും ഒരു കപ്പാസിറ്റർ ആണ്. MOS, ഇതാണ് മോസ് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? അതിനുശേഷം അത് പറയാം. In MOSFET, ferrous dioxide is used as an insulating layer between gate and substrate. അത് ട്രൂ ആണോ ആ സ്റ്റേറ്റ്മെന്റ്? ഫോൾസ് ആണ്. കാരണം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ആണ്. കാരണം നമ്മൾ യൂഷ്വലി നമ്മൾ സെമി കണ്ടക്ടർ ആയിട്ട് ചൂസ് ചെയ്യുന്നത് സിലിക്കൺ ആണ്. അപ്പൊ അവിടെ ആ ഒരു ബോണ്ടിങ് സിമിലാരിറ്റി അല്ലെങ്കിൽ അതൊക്കെ വരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓക്സൈഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡ്, വളരെ തിന്നായിട്ടുള്ള ഒരു സിലിക്കൺ ഡയോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് മുകളിലാണ് നമ്മൾ മെറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സെമി കണ്ടക്ടറിലാണ് നമ്മുടെ സോഴ്സും ഡ്രെയിനും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ട് ചാനലൊക്കെ ഫോം ചെയ്യുന്നത് ഈ ഒരു റീജിയനിലാണ്, സെമി കണ്ടക്ടർ റീജിയനിലാണ്. ദെൻ നമ്മൾ ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുന്നത് മെറ്റലിലാണ്. അപ്പൊ ശരിക്കും ഞാനൊരു മോസ്ഫെറ്റിന്റെ ഒരു സ്ട്രക്ചർ ഇവിടെ വരച്ച് കാണിക്കാം. ശരിക്കും ഒരു മോസ്ഫെറ്റ്, ഒരു എൻ ചാനൽ മോസ്ഫെറ്റ് എനിക്ക് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ അതെങ്ങനെയായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് പറയാമോ? ഒരു എൻ ചാനൽ മോസ്ഫെറ്റ് കൺസ്ട്രക്ട് ചെയ്യണം. അത് എൻഹാൻസ്മെന്റോ ഡിപ്ലീഷനോ ഒന്നും ഞാൻ പറയുന്നില്ല, വെറും ഒരു എൻഹാൻസ്മെന്റ് എൻ ചാനൽ മോസ്ഫെറ്റ്. അത് എൻഹാൻസ്മെന്റും അല്ല ഡിപ്ലീഷനും അല്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത്? അതെ, ഒരു പി സബ്സ്ട്രേറ്റ് എടുക്കുക. എൻ ചാനൽ മോസ്ഫെറ്റിന് പി സബ്സ്ട്രേറ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ദെൻ അതിലേക്ക് നമ്മൾ രണ്ട് എൻ റീജിയൻസ് ഡിഫ്യൂസ് ചെയ്ത് വെക്കുക. അപ്പൊ ആ രണ്ട് എൻ റീജിയൻ എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആണ്. അതായത് പിയുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഈ ഡോപ്പിംഗ് വളരെ കൂടുതലാണ് രണ്ട് എന്നിന്റെയും. ഇതിനകത്ത് ഒരു എന്നാണ് സോഴ്സ് ആയിട്ടും അടുത്ത എൻഡിനെ ഞാൻ ഡ്രെയിൻ ആയിട്ടും എടുക്കും. അപ്പൊ ഇത് കംപ്ലീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെമി കണ്ടക്ടർ ആണ്. സോ സെമി കണ്ടക്ടറിൽ തന്നെ നമുക്ക് രണ്ട് എൻ റീജിയൻസ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ അതിന് മുകളിൽ വരുന്നത് മോസ് സ്ട്രക്ചർ കിട്ടണമെങ്കിൽ അതിന് മുകളിൽ വരേണ്ടത് ഒരു ഓക്സൈഡ് ലെയർ ആണ്. അപ്പൊ ആ ഓക്സൈഡ് ലെയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ആണ്. ദെൻ ഈ ഒരു എൻ എന്ന് പറയുന്നതാണ് ഇവിടെ ഒരു ശരിക്കും ഒരു മെറ്റൽ കോണ്ടാക്ട് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഓമിക് കോണ്ടാക്ട്സ് എന്നൊക്കെ വിളിക്കും. ഈ ഒരു കോണ്ടാക്ട് വെച്ചിട്ടാണ് നമ്മൾ സോഴ്സിന്റെ കണക്ഷൻ എടുക്കുന്നത്. ഇവിടെ നിന്നൊരു കണക്ഷൻ എടുക്കും, അതാണ് ഡ്രെയിൻ എന്ന് പറയുന്നത്. ഇനി ഈ ഇവിടെ ഒരു മെറ്റൽ പീസ് വെക്കും, ഇതാണ് നമ്മുടെ ഗേറ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും ഒരു മോസ്ഫെറ്റിന്റെ സ്ട്രക്ചർ. ഈ സോഴ്സിനും ഡ്രെയിനും അക്രോസ് ഉള്ള ആ ഒരു പാത്താണ് ശരിക്കും ചാനൽ. അപ്പൊ ഇവിടെ നമുക്ക് ഗേറ്റിൽ ഒരു വോൾട്ടേജ് കൊടുത്ത് എനിക്ക് ചാനലിനെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ എൻ ചാനൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് ആക്കണമെങ്കിൽ നമ്മൾ VG എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കണം. അത് ഒരു കപ്പാസിറ്റർ പോലെ. കാരണം MOS എന്ന് പറയുമ്പോൾ ഒരു കപ്പാസിറ്റർ പോലാണ്. മെറ്റലിൽ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ സെമി കണ്ടക്ടറിന്റെ സർഫസിൽ ഒരു നെഗറ്റീവ് വോൾട്ടേജ് ഉണ്ടാവും, MOS കപ്പാസിറ്റർ. അപ്പൊ എനിക്ക് ഇവിടെ ഒരു എൻ ചാനൽ, നെഗറ്റീവ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു എൻ ചാനൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഒരു എൻ ചാനൽ എന്ന് പറയുമ്പോൾ സെമി കണ്ടക്ടറിന്റെ സർഫസിൽ ഇവിടെ ഒരു ഇലക്ട്രോണിന്റെ ചാനൽ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഗേറ്റിൽ കൊടുക്കേണ്ട വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഗേറ്റിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്ത് ചാനൽ ഫോം ചെയ്യുന്നതിനെയാണ് ശരിക്കും എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ചാനൽ ഫോം ചെയ്യാൻ എടുക്കുന്ന മിനിമം വോൾട്ടേജിനെയാണ് ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ VGയുടെ വാല്യൂ VTH ആവുമ്പോൾ അവിടെ ഒരു ചാനൽ ഫോം ചെയ്യും. ആ ചാനലിന് ഒരു പേര് പറയും, എന്താണെന്ന് പറയാം? ചാനൽ ഫോം ചെയ്യുന്ന ആ ഒരു കണ്ടീഷനെ അല്ലെങ്കിൽ ആ ഒരു ചാനലിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അറിയാമോ? ഒരു പിക്കകത്ത് ഒരു ചാനൽ, ഒരു എൻ ചാനൽ ഫോം ചെയ്യുന്നു.
ഈ റീജിയനകത്ത് ഒരു N ചാനൽ ഫോം ചെയ്യുന്നു. അതെന്ത് മോഡാണ്? അല്ലെങ്കിൽ ആ ചാനലിനെ എന്താ വിളിക്കുന്നത്? ഇൻവേർഷൻ. അതിനെ ഇൻവേർഷൻ ലെയർ എന്നാണ് വിളിക്കുന്നത്. പിക്കകത്ത് N ഫോം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ചാനൽ. ഇനി ഇത് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തൊരു ചാനൽ ഫോം ചെയ്യുവാണ്. അതേസമയം ഒരു ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ആണെങ്കിൽ ഇവിടെ ഓൾറെഡി ഒരു ഇംപ്ലാന്റഡ് ചാനൽ ആയിരിക്കും അവിടെ ഉള്ളത്. ഒരു ചാനൽ ഓൾറെഡി അവിടെ കാണും. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഒരു N ചാനൽ എൻഹാൻസ്മെന്റും ഡിപ്ലീഷനും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു N ചാനൽ എൻഹാൻസ്മെന്റിന്റെ കേസാണ്. ഒരു ഇൻവേർഷൻ ലെയർ അല്ലെങ്കിൽ ഒരു ചാനൽ അവിടെ ഫോം ചെയ്യുന്നത് പിക്കകത്ത് N റീജിയനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഗേറ്റിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്താണ്. അപ്പൊ അതാണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നിങ്ങൾ എപ്പോഴും ഇത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമ്മൾ എന്ത് കൊടുത്താലാണ് ഇവിടെ ഇലക്ട്രോൺസിന്റെ ഒരു റീജിയൻ ഫോം ചെയ്തത്? കപ്പാസിറ്റർ അല്ലെങ്കിൽ ഗേറ്റിൽ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കും. ഇതേപോലെ നിങ്ങൾക്ക് പി ചാനലിന്റെയും പറയാം. പി ചാനലിന്റെ കേസിൽ ഗേറ്റ് കൊടുക്കേണ്ടത് നെഗറ്റീവ് വോൾട്ടേജ് ആണ്. എന്നാലേ അവിടെ ഒരു സെമി കണ്ടക്ടർ സർഫസിൽ ഒരു ഹോൾസിന്റെ ഒരു ചാനൽ ഫോം ചെയ്യണം. അല്ലെങ്കിൽ പ്ലസ് റീജിയൻ ഓർഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കണം. നേരെ കപ്പാസിറ്റർ ആക്ഷൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ N ചാനലും പി ചാനലും എൻഹാൻസ്മെന്റിന്റെ ഒരു ഡിഫറൻസും ഒക്കെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരിക്കലും ഫെറസ് ഡയോക്സൈഡ് ഒന്നും ഉപയോഗിക്കില്ല. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 2 പക്ഷെ കറക്റ്റ് ആണ്. ഇൻ മോസ്ഫെറ്റ് വിത്ത് CMOS കോൺഫിഗറേഷൻ ഓൺലി സിഗ്നിഫിക്കന്റ് പവർ ഈസ് കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദ സ്വിച്ചിങ് ആൻഡ് നോട്ട് while it is on the hold state. അപ്പം സ്വിച്ചിങ് ആപ്ലിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. സിലിക്കൺ ഡയോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. വളരെ തിന്നായിട്ടുള്ള ഒരു ലെയർ ആണ്. നമ്മുടെ ഗേറ്റിനും നമ്മുടെ സെമി കണ്ടക്ടറിനും ഇടയ്ക്കുള്ള ആ ഒരു തിൻ ലെയറിനെയാണ് നമ്മൾ സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. സോ ഇത് നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്. സിലിക്കൺ ഡയോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. വിച്ച് ലെയർ ഐസൊലേറ്റ്സ് ഗേറ്റ് ഫ്രം ഗേറ്റ് ടെർമിനൽ ഓഫ് ദ മോസ്ഫെറ്റ്. ഇത് സിലിക്കൺ ഡയോക്സൈഡ് ആണ്. സിലിക്കൺ ഓക്സൈഡ് അല്ല, സിലിക്കൺ ഡയോക്സൈഡ് ആണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. സിലിക്കൺ SiO2. നെക്സ്റ്റ്, സോ അതിന്റെ കൂടെ തന്നെ മോസ്ഫെറ്റിന്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുവാണ്. വെരി ഹൈ സ്വിച്ചിങ് സ്പീഡ് ആണ്, ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്, ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ്, വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. അങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളും മോസ്ഫെറ്റിനെ കുറിച്ചുള്ളത് പഠിച്ചു വെച്ചേക്കണം. എങ്ങനെ മോസ്ഫെറ്റിനെ ഓൺ ആക്കാം, അതിന്റെ ടെർമിനൽസ് ഏതൊക്കെയാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടുതലാണ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലോ ആണ്, സ്വിച്ചിങ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് മോസ്ഫെറ്റ് ആണ്, വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ആ ക്വസ്റ്റ്യൻ ഏത് വേണമെങ്കിലും നമുക്ക് കിട്ടും. നമ്മൾ ഇതിനെ IGFET എന്ന് പറയും, ഇൻസുലേറ്റഡ് ഗേറ്റ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്നും നമ്മൾ പറയും. IGBT അല്ല, IGFET. സോ അങ്ങനെയും നമുക്ക് മോസ്ഫെറ്റിനെ പറയാം. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ മാതൃകാ ചോദ്യങ്ങൾ പരിശീലിച്ചുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഉറപ്പിച്ചാലോ? അതിനായി TechPSC ഒരുക്കുന്നു ഒരു സ്പെഷ്യൽ പാക്കേജ്. കേരളത്തിലെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ തയ്യാറാക്കിയ 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മാതൃകാ പരീക്ഷകൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 499 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ ഈ ഒരു അവസരം പാഴാക്കാതെ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സ് സ്വന്തമാക്കിക്കോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.